നവംബർ മാസം സഭ ശുദ്ധീകരണാത്മാക്കളെ സ്മരിക്കുന്ന മാസമാണല്ലോ. നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ശുദ്ധീകരണം പൂർത്തിയാക്കി നിത്യതയിലെത്താൻ അവരെ സഹായിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. മരണാനന്തരം നമ്മിൽ നിന്നും അത് അവർ പ്രതീക്ഷിക്കുന്നു. ഇത് മാത്രമായിരിക്കും. നിർഭാഗ്യവശാൽ പലരും ഇത് വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. നമ്മുടെ പൂർവികർക്ക് വേണ്ടി മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തെ ആരോരുമില്ലാത്ത മറ്റു ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും അത്. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞപ്പോൾ അവിടുത്തേക്ക് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു. തന്റെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും എല്ലാം മനുഷ്യരുടെ രക്ഷയ്ക്കും നിത്യജീവനും വേണ്ടിയായിരുന്നു. കാൽവരി യാത്രയിൽ കുരിശു വഹിക്കാൻ ശക്തിയില്ലാതെ വന്നപ്പോൾ ക്രയനക്കാരനായ ശിമിയോൻ ഈശോയെ സഹായിക്കുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാൽവരി യാത്രയിൽ അവിടുത്തെ കുരിശിന് അല്പസമയത്തേക്ക് താങ്ങുവാൻ ശിമയോന് ഭാഗ്യം ലഭിച്ചെങ്കിൽ ഇന്നും അതേ ഭാഗ്യത്തിനുള്ള അവസരം നമ്മുടെ മുൻപിലും ലഭ്യമായിരിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് നിത്യതയിലേക്കുള്ള യാത്രയിൽ ആത്മാക്കൾ സഹനങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ത്യാഗപ്രവർത്തികൾ, സഹനങ്ങൾ, ഔദാര്യ പ്രവർത്തികൾ ഇതുവഴി നിസ്സഹായരായ അവരെ സഹായിക്കുന്നതിലൂടെ നാം ഒക്കെ ശിമയോന്മാരായി മാറുകയാണ്. പരസ്നേഹത്തെപ്പറ്റി പഠിപ്പിച്ച ഈശോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണല്ലോ വചനത്തിലൂടെ നമ്മോട് പറയുന്നത്. ലോകത്തിലുള്ളവരെല്ലാം നമ്മുടെ അയൽക്കാർ തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ മരണം വഴിയായി ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട നമ്മുടെ അയൽക്കാരെ മേൽ വിവരിച്ച പ്രാർത്ഥനകളും സൽപ്രവർത്തികളും വഴി നമുക്ക് സഹായിക്കാം. താൻ അർഹിക്കുന്ന ദിവ്യബലിക്ക് ധാരാളം ശുദ്ധീകരണാത്മാക്കൾ കടന്നു വരുന്നതായി വിശുദ്ധ പാദ്രി പിയോ വെളിപ്പെടുത്തുന്നു. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനകളും ത്യാഗപ്രവർത്തികളും കാഴ്ചവെച്ച് അവരെ അത്യധികം സ്നേഹിച്ച ഒരു വിശുദ്ധനായിരുന്നല്ലോ വിശുദ്ധ പാദ്രി പിയോ. നാം അർപ്പിക്കുന്ന ഓരോ ദിവ്യബലികളിലൂടെയും നിസ്സഹായരായ ഈ ആത്മാക്കളെ നമുക്ക് സഹായിക്കാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് വളരെ വിശദമായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ. മരിയ വാൾത്തോർത്ത എന്ന ദർശകയ്ക്ക്, അതായത് ദൈവപുത്രന്റെ സ്നേഹഗീത 16-ാം വോളിയത്തില് ഈശോ ഇതേക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തതുകൂടി മാത്രം നമ്മൾ ചിന്തിക്കുകയാണ്. ഇപ്രകാരമാണ് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത് മരിയ വാൾത്തോർത്തായ്ക്ക്. എന്റെ സഭയിൽ എപ്പോഴും പുരോഹിതരും പണ്ഡിതരും പ്രവാചകരും ബാധകൾ ഒഴിപ്പിക്കുന്നവരും പാപമോചനം നൽകുന്നവരും അത്ഭുതം പ്രവർത്തിക്കുന്നവരും അരൂപിയാൽ നിവേശിതരും ഉണ്ടായിരിക്കും. കാരണം ജനത്തിന് ആവശ്യമായവ സഭയിൽ നിന്ന് ലഭിക്കണം. സ്വർഗത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുന്ന സഭയെ സ്വർഗീയ സഭ തനിയെ വിട്ടുകളയുകയില്ല. പ്രബോധിപ്പിക്കുന്ന സഭ യുദ്ധം ചെയ്യുന്ന സഭയെ സഹായിക്കും. ഇവ മൂന്ന് വ്യത്യസ്ത ഘടകങ്ങളല്ല, ഇവ മൂന്നും ഒന്നാണ്. അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുമില്ല, എന്നാൽ സ്നേഹത്തിന്റെ ഐക്യമാണ് ഉള്ളത്. ലക്ഷ്യത്തിലുള്ള ഐക്യവും സ്നേഹത്തെ ആഗ്രഹിക്കുവാനും സ്വർഗത്തിൽ അത് അനുഭവിക്കുവാനും ആ രാജ്യമാണ് ലക്ഷ്യം. ഇക്കാരണത്താൽ സമരസഭ സ്നേഹത്തോടുകൂടി സഹനസഭയിൽപ്പെട്ടവർക്ക് ആവശ്യമായത് നൽകണം. അവരിലൊരു വിഭാഗം വിജയസഭയിലേക്ക് നിയോഗിക്കപ്പെട്ടു കഴിഞ്ഞു, എങ്കിലും അതിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്. കാരണം മോചിപ്പിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് പൂർണ്ണ ദൈവനീതി അനുസരിച്ച് പരിഹാരമായിട്ടില്ല. ഭൗതിക ശരീരത്തിൽ എല്ലാം സ്നേഹത്തിലൂടെയും സ്നേഹം വഴിയാണ് ചെയ്യപ്പെടേണ്ടത്. കാരണം അതിൽ പ്രവഹിക്കുന്ന രക്തം സ്നേഹമാണ്. വിശുദ്ധീകരിക്കപ്പെടുന്ന നിന്റെ സഹോദരങ്ങളെ സഹായിക്കുക. ശാരീരികമായ കാരുണ്യപ്രവർത്തികൾക്ക് സ്വർഗത്തിൽ പ്രതിസമ്മാനമുണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ ആത്മീയമായ കാരുണ്യപ്രവർത്തികൾക്കും സ്വർഗത്തിൽ സമാധാനമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സത്യമായി ഞാൻ പറയുന്നു, മരിച്ചവരുടെ ആത്മാക്കൾക്കായുള്ള ഒരു പ്രാർത്ഥന കാരുണ്യത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചുവോ ആ ആത്മാക്കൾ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. ശരീരത്തിന്റെ പുനരുത്ഥാനത്തിൽ നിങ്ങളെല്ലാവരും വിധികർത്താവായ ക്രിസ്തുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നവരോടൊപ്പം കൂടെ ശുദ്ധീകരിക്കപ്പെട്ട സഹോദരങ്ങളോട് കാരുണ്യം കാണിച്ച അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദാനധർമ്മം നടത്തുകയും ചെയ്തവരുടെ ആത്മാക്കൾ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു നന്മ പ്രവൃത്തി പോലും ഫലമില്ലാതായി പോവുകയില്ല. അനേകം ആളുകൾ സ്വർഗത്തിൽ തെളിവായി പ്രകാശിക്കും. അവർ സുവിശേഷം പ്രസംഗിച്ചിട്ടല്ല, എന്നാൽ അവർ വിശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും സഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ അറിയപ്പെടാത്തവരായ പുരോഹിതരും പ്രേക്ഷിതരും ദൈവം മാത്രം അറിയുന്ന സഹനത്തിന്റെ ബലിയാടുകളുമായിരിക്കുന്നവരും
കർത്താവിന്റെ ശുശ്രൂഷകരുടെ പ്രതിസമ്മാനം സ്വീകരിക്കും. കാരണം അവരുടെ ജീവിതത്തെ അവർ സഹോദര സ്നേഹത്തിനും ദൈവമഹത്വത്തിനുമായി നിരന്തരം സ്നേഹബലിയായി അർപ്പിച്ചവരാണ്. ഞാൻ സത്യമായി പറയുന്നു, നിത്യജീവിതത്തിലേക്ക് പല വഴികളിലൂടെ പ്രവേശിക്കാം. അതിലൊന്നാണ് ഇതെന്റെ ഹൃദയത്തിന് വളരെ ഉളവാക്കുന്നു. യേശു മരിയ വർത്തവർത്തയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സത്യമാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിത്യതയിൽ നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു കുറുക്കു വഴിയായിട്ട് ഈശോ മരിയ വർത്തവർത്തയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ഈ പ്രത്യേകമായിട്ട് സകല ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കും ചെയ്യാവുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. സകല ശുദ്ധീകരണാത്മാക്കളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് അവരുടെ നിത്യതയ്ക്ക് വഴിയാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നിത്യജീവനുള്ള ഒരു കുറുക്കു വഴിയായിട്ട് മാറുകയും ചെയ്യട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന.